ഇപ്പോൾ ഇസ്രായേലും പലസ്തീനിലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതെല്ലാം നമ്മൾ ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ക്രൂരഭാവം നമുക്കാർക്കും മനസ്സിലായിട്ടില്ല. അതെല്ലാം മനസ്സിലാവണമെങ്കിൽ യുദ്ധത്തിൻ്റെ പരിണാമം അതെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ അതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു സിനിമ തന്നെ നമ്മൾ കാണണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 1988 അർമേനിയയിൽ നടന്ന ഒരു വലിയ ഭൂകമ്പമാണ്. യുദ്ധമാകട്ടെ, പ്രകൃതി ദുരന്തമാകട്ടെ, ഇതെല്ലാം ജനങ്ങൾ ഒരുപോലെ തന്നെയാണ് ബാധിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ. 2018 കാലഘട്ടങ്ങളിലൂടെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഭൂകമ്പം അതൊരു യുദ്ധത്തിന് സമമാണ്. 1988 അർമേനിയയിൽ സംഭവിച്ച ഭൂമികുലുക്കം 1945 ഹിരോഷിമയിൽ വീണ ആറ്റം ബോംബിനേക്കാൾ 9 മടങ്ങ് പ്രഹരശേഷിയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു യുദ്ധവും ഭൂകമ്പവും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തവും ഒരു ജനവിഭാഗത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ പിന്നെ നമുക്ക് 2016 റിലീസ് ചെയ്ത എർത്ത്ക്വേക്ക് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊന്ന് ജീവിതത്തിൽ തന്നെ കണ്ടിട്ടില്ലാത്ത ഭംഗിയുള്ള റോഡിലൂടെ ഒരു അടിപൊളി വിൻറ്റേജ് കാർ അങ്ങനെ പോവുകയാണ്. നമുക്കിപ്പോൾ അത് വിൻറ്റേജ് കാറാണ്, അന്നുള്ളവർക്ക് അത് പുതിയ കാർ. 1988 അത് പുത്തനായിരുന്നു. ആ കാറിൽ ഒരച്ഛനുണ്ട്, അമ്മയുണ്ട്, കുഞ്ഞുണ്ട്, അവരുടെ ഒരു അപ്പൂപ്പനുണ്ട്. അവർ കാർ ഓടിച്ചൊരു ടണലിനകത്ത് കയറുമ്പോൾ ആ ടണലിൻ്റെ മറുഭാഗത്തു കൂടെ മറ്റൊരു കാറും അകത്തേക്ക് കയറി വരുന്നുണ്ട്. ചുവന്ന കാറിലുള്ള അമ്മ അച്ഛനോട് എന്തോ ഒരു കാര്യം പറയുമ്പോൾ അച്ഛൻ്റെ ശ്രദ്ധ ഒന്ന് തെറ്റുമ്പോൾ തന്നെ മറുഭാഗത്ത് നിന്ന് വന്ന കാർ അവരിടിക്കും. കുറച്ച് കഴിയുമ്പോൾ മറ്റേ കാറിലുള്ള ആൾ ഇറങ്ങി നോക്കുമ്പോൾ ചുവന്ന കാറ് മറിഞ്ഞു കിടക്കുകയാണ്. അതിലുള്ള കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ ബാക്കിയുള്ള എല്ലാവരും മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ അങ്ങേര് ആ ജീവനുണ്ടായിരുന്ന കുഞ്ഞിനെ മാത്രം എടുത്തിട്ട് ടണലിൻ്റെ പുറത്തേക്ക് നടക്കും. അപ്പോൾ ആ കുഞ്ഞ് അയാളുടെ മുഖം നോക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അയാളുടെ കഴുത്തിലുണ്ടായിരുന്ന മാല മാത്രമായിരിക്കും അവൻ കാണുക. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഒരുത്തൻ കട്ടിലിൻ്റെ മുകളിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കും. അവനാണ് നമ്മുടെ ഹീറോ റോബർട്ട്. അവനാണ് ആ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ആ കുഞ്ഞ്. ആ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 വർഷമായി. അവൻ റൂമിൽ നിന്നും പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോൾ അവൻ്റെ വിശാലമായ നാട്, അവിടെയുള്ളവരെല്ലാം തിങ്ങിപ്പാർത്താണ് താമസിക്കുന്നത്. എന്നാലും എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. നല്ല മാർക്കറ്റ്, നല്ല തെരുവ്, നല്ല മനുഷ്യർ, അങ്ങനെ ഒക്കെ കൂടെ ഒരു നല്ല ഗ്രാമം. പിന്നെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെല്ലാം ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. അവരെല്ലാം വരും വഴിക്ക് നമുക്ക് കണ്ടുമുട്ടാം. നമ്മുടെ ഹീറോ റോബർട്ട് രാവിലെ തന്നെ താടി ഷേവ് ചെയ്യാനായിട്ട് ഒരു സലൂണിലേക്ക് കയറി വരുമ്പോൾ ഒരു സ്ത്രീ അവൻ്റെ മുന്നിൽ പെടും. അവർ തമ്മിൽ കൺഫ്യൂഷനായി കണ്ടുകൊണ്ട് ഒരു ചിരിയും പാസ്സാക്കിയിട്ട് റോബർട്ട് താടി ഷേവ് ചെയ്യാനായിട്ട് വന്നിരിക്കും. ഈ ഷേവ് ചെയ്യുന്ന ആൾ അവൻ്റെ കസിൻ തന്നെയാണ്. അവൻ്റെ കുടുംബം, റോബർട്ടിൻ്റെ കുടുംബം ഇല്ലാതായതിനു ശേഷം ആ കസിൻ്റെ അച്ഛനാണ് റോബർട്ടിനെ നോക്കിയത്. റോബർട്ട് ചോദിക്കും, നിനക്ക് 8 വർഷം മുന്നേ നടന്നത് ഓർമ്മയുണ്ടോ? അതിന് കസിൻ, എനിക്ക് ഓർമ്മയില്ലാതിരിക്കുമോ? അതെൻ്റെയും കൂടെ കുടുംബമല്ലായിരുന്നോ? ഈ റോബർട്ട് എന്ന് പറയാൻ കുറച്ച് പണിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ റോബ് എന്നായിരിക്കും ഇനി റോബർട്ടിനെ പറയാൻ പോകുന്നത്. റോബ് പറയും, എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ ആ മനുഷ്യൻ 8 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ദാ പുറത്ത് വരികയാണ്. എനിക്ക് അയാളൊന്ന് കാണണം. അതിന് നിനക്ക് അയാളുടെ മുഖം ഓർമ്മയുണ്ടോ എന്ന് കസിൻ ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്ക് അയാളുടെ വീടിൻ്റെ അഡ്രസ്സ് അറിയാം. അയാൾ വരുമ്പോൾ എനിക്ക് അയാളുടെ കണ്ണിലേക്ക് തന്നെ തുറച്ച് നോക്കി നിൽക്കണം. അതിന് കസിന് അകത്ത് കയറി ഒരു ഗണ്ണെടുത്ത് തിരിച്ചു വന്ന് അവൻ്റെ കയ്യിൽ കൊടുക്കും. എനിക്ക് അയാളോടൊന്ന് സംസാരിച്ചാൽ മാത്രം മതിയെന്ന് റോബ് പറയും. അതിന് കസിൻ, അയാൾ എങ്ങനെയായിരിക്കും നിന്നോട് പെരുമാറാന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് നിന്റെ സേഫ്റ്റിക്ക് ഇത് കയ്യിൽ വെച്ചോ. അപ്പോഴേക്ക് അടുത്ത ആൾ മുടി വെട്ടാനായിട്ട് അവിടെ ഇരിക്കും. അയാളുടെ വാച്ച് ഹീറോക്ക് വലിയ ഇഷ്ടമാവും. വാച്ച് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അയാളൊന്ന് കൈ പൊക്കി കാണിക്കും. എന്നിട്ട് കസിനോട് പറയും, നിങ്ങൾ കോബ്ര സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ സിൽവർ സ്റ്റലോണിൻ്റെ അതേ ഹെയർ കട്ടാണ് എനിക്ക് വേണ്ടത്. അവൻ അയാളുടെ തലയിലേക്കൊന്ന് നോക്കും. ആ സിനിമയിലെ ഹീറോക്ക് അയാളെക്കാളും കൂടുതൽ മുടിയുണ്ട്. ഈ അരമുടിയും വെച്ചിട്ടാണ് അതേ ഹെയർ കട്ട് വേണമെന്ന് അങ്ങേര് പറയുന്നത്. അതേ സമയത്ത് രാവിലെ തന്നെ ഹീറോയെ മുട്ടാൻ പോയ ചുരുള മുടിയുള്ള ചേച്ചിയില്ലായിരുന്നോ? ആ ചേച്ചിയുടെ വീട്ടിലേക്ക് ഓടിക്കയറാൻ നേരത്ത് വീട്ടിൽ നിന്ന് ഒരാൾ പുറത്ത് വരുന്നുണ്ടാവും. അവളെ കാണുമ്പോൾ തന്നെ പറയും, നമസ്കാരം ലില്ലിറ്റ്. അവളുടെ പേര് ലില്ലിറ്റ് എന്നാണ്. അവൾ തിരിച്ചും പറയും, നമസ്കാരം അക്കബിയർ. അതിനയാൾ, നീ എന്നെ വിളിച്ച പേര് എൻ്റെ ജോലിക്കാർ മാത്രം എന്നെ വിളിക്കുന്നതാണ്, നിനക്കെന്നെ അർമേൻ എന്ന് വിളിക്കാം. അവളൊന്നും മിണ്ടില്ല. അങ്ങേര് വീണ്ടും പറയും, നിനക്കായി ഞാനൊരു സമ്മാനം കൊണ്ടുവച്ചിട്ടുണ്ട്. അവൾ റൂമിലേക്ക് കയറുമ്പോൾ അയാൾ ഇറങ്ങിച്ചെന്ന് അയാളുടെ വണ്ടിയിൽ കയറും. ഈ അക്കോപ്പിയർ സെമിത്തേരിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങേരുടെ കൂടെ തന്നെ കുറേ ജോലിക്കാരും ഉണ്ടാവും. ലില്ലിറ്റ് വീടിനകത്ത് കയറുമ്പോൾ അവക്കായിട്ട് അയാൾ ഒരു മാർബിൾ മേശ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവൾ ചേട്ടനോട് ചോദിക്കും, നീ എന്തിനാണ് അയാൾ അകത്ത് കയറ്റിയത്? അതിന് ചേട്ടൻ, നിന്നെ അയാൾക്ക് ഇഷ്ടമാണ്, നിനക്ക് അയാളോട് മാന്യമായിട്ട് പെരുമാറിക്കൂടെ? ഈ മാർബിൾ ടേബിളിന് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മൂല്യമുണ്ട്. അതിന് ലില്ലിറ്റ്, എനിക്ക് അയാൾ ഇഷ്ടമല്ല. പിന്നെ അങ്ങേരി കൊണ്ടുവന്ന മാർബിള് അങ്ങേര് ഒരു സെമിത്തേരി ജോലിക്കാരനായതുകൊണ്ട് തന്നെ അങ്ങേർക്ക് ചുളു വിലയിൽ കിട്ടും. നീ എന്താണ് എൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്തത്? എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ എന്നെ ഇഷ്ടമല്ല. എപ്പോഴാണ് മരിക്കാന്ന് പറയാൻ പറ്റില്ല. അതിന് ചേട്ടൻ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പം നീ ഇങ്ങനെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? അതിന് ലില്ലിറ്റ്, നീ ഈ ടേബിൾ ഇവിടെ നിന്ന് പുറത്ത് കൊണ്ടിടണം, അത്ര തന്നെ. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ അടുത്തൊരു വീട്ടിൽ ഒരു അപ്പാപ്പനെയും ഒരു അമ്മൂമ്മയും കാണിക്കുകയാണ്.
ഈ സിനിമയിൽ കുറേ കഥാപാത്രങ്ങളെ കാണിക്കുന്നുണ്ട്. എന്നാലും കൺഫ്യൂഷൻ ആവില്ല. ഞാൻ പറയുന്നവരുടെ പേരെല്ലാം നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. അമ്മൂമ്മ കടയിൽ നിന്നും കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് അപ്പൂപ്പൻ, നീ എന്തിനാണ് ഇത്രയും സാധനങ്ങൾ വാങ്ങിയത്? ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ലോകം അവസാനിക്കുമോ? അതിന് അമ്മൂമ്മ പറയും, ഇന്ന് ഗയാനും വുറൂജും വരുന്നുണ്ട്. ഈ ഗയാൻ എന്ന് വെച്ചാൽ അമ്മൂമ്മയുടെ മകളാണ്. അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെയും മകളാണ്. വുറൂജ് അവളുടെ കെട്ടിയാനും. പക്ഷെ അപ്പൂപ്പൻ പറയും, ആ നാറികൾ ഇങ്ങോട്ട് കയറ്റി പോരുത്. സംഭവം എന്താന്ന് വെച്ചാൽ അപ്പൂപ്പൻ്റെ മകൾ ഗയാൻ കല്യാണത്തിന് മുന്നേ 3 മാസം മുന്നേ ഗർഭിണിയായിരുന്നു. അത് അപ്പൂപ്പന് വലിയ മാനക്കേടുണ്ടാക്കി. അപ്പൂപ്പൻ പറയും, ഞാൻ നിന്നെ കല്യാണം കഴിക്കാനായിട്ട് 3 വർഷമാണ് പുറകെ നടന്നത്. അതിന് അമ്മൂമ്മ, അന്നത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലമൊക്കെ കുറെ മാറിയിട്ടുണ്ട്. അന്നത്തെ കാലം തന്നെയാണ് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞ് അപ്പൂപ്പൻ ഇരിക്കും. അമ്മൂമ്മ ചോദിക്കും, അന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞിരുന്നത് നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കുന്നത് ശരിയല്ല എന്നായിരുന്നു. അത് കുഴപ്പമുണ്ടോ? അപ്പൂപ്പനൊന്നും പറയാൻ കഴിയില്ല. അപ്പോഴേക്ക് ഗയാൻ അവിടെ എത്തിയിട്ടുണ്ടാവും. അമ്മൂമ്മ ചെന്ന് രണ്ടുപേരെയും സ്വീകരിച്ച് അകത്തേക്ക് വരുമ്പോൾ അപ്പൂപ്പൻ വാതിൽ പടിക്കൽ നിന്ന് രണ്ടുപേരെ അകത്തേക്ക് കയറാൻ സമ്മതിക്കില്ല. തിരിച്ചു പൊക്കോളാനായിട്ട് പറയും. അത് കേട്ട് മകൾ കരയുമ്പോൾ കെട്ടിയാൻ വുറൂജ് അവളെ സമാധാനിപ്പിക്കും. അവർ ഡോക്ടറെ കാണിക്കാനായിട്ട് വന്നതായിരുന്നു. അപ്പോഴാണ് അവളുടെ വീട്ടിലേക്ക് കയറാമെന്ന് വിചാരിച്ച് വന്നത്. എന്തായാലും അത് നടന്നില്ല. എന്നാൽ പിന്നെ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ച് അവർ ഹോസ്പിറ്റലിലേക്ക് നടക്കും. അവിടുന്ന് ബ്ലാക്കൗട്ട് ചെയ്താൽ അടുത്ത കുടുംബം ഒരമ്മയും മകനും ഇറച്ചി വാങ്ങാനായിട്ട് ഒരു മാർക്കറ്റിലേക്ക് എത്തും. അമ്മ നല്ല ഇറച്ചി ഏതാന്ന് ചോദിക്കുമ്പോൾ മകൻ പറയും, ഇത്രയും കാലം അർമീനിയയിൽ ജീവിച്ചിട്ട് അമ്മയ്ക്ക് നല്ല ഇറച്ചി നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഞാൻ പറഞ്ഞുതരാം, ഇതാണ് നല്ല ഇറച്ചി. അതിന് കടക്കാരൻ, മോൻ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പഠിച്ചാണല്ലോ, ഇന്നെന്താ വീട്ടിൽ പരിപാടി? അതിന് മകൻ, എൻ്റെ അച്ഛൻ ഇന്ന് 8 വർഷങ്ങൾക്ക് ശേഷം വരികയാണ്. അതോടെ ഞങ്ങൾ ഇന്ന് സന്തോഷത്തിലാണ്. ഇവരാരാന്ന് വെച്ചാൽ റോബർട്ടിന്റെ കുടുംബത്തെ ആക്സിഡന്റ് ആക്കിയ കാറില്ലായിരുന്നോ, ആ കാറിലുണ്ടായിരുന്ന മനുഷ്യന്റെ ഭാര്യയും കുഞ്ഞുമാണ്. കൂടാതെ തന്നെ അവർക്കൊരു മകള് കൂടെയുണ്ട്. ഇപ്പം മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല. അതേസമയത്ത് അച്ഛൻ ഫ്ലൈറ്റിൽ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങേര് കുറച്ച് നെർവസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എയർ ഹോസ്റ്റേഴ്സ് ചോദിക്കും, നിങ്ങൾ ആദ്യമായിട്ടാണോ അർമേനിയയിലേക്ക് വരുന്നത്? അതിന് അച്ഛൻ പറയും, അല്ല, എൻ്റെ ജീവൻ തന്നെ അവിടെയാണുള്ളത്. ഈ അച്ഛൻ്റെ പേര് മറക്കണ്ട. അതുപോലെ തന്നെ ലിലിറ്റ്, പിന്നെ നമ്മുടെ ഹീറോയുടെ പേര് റോബ്. ഈ 3 പേര് മറക്കരുത്. ഇവർ 3 പേരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. കുറച്ച് കഴിയുമ്പോൾ വേറെ 2-3 പേര് വരാനുണ്ട്. അപ്പോൾ ഇവരുടെ പേര് മറന്നു പോകരുത്. ഇതേ സമയത്ത് റോബർട്ട് ആദത്തിൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിലെത്തും. അവിടെയാണെങ്കിൽ ആദത്തിൻ്റെ മകൾ ഫ്ലൂട്ട് വായിച്ച് നിൽക്കുന്നുണ്ട്. അതെല്ലാം കേട്ടുകൊണ്ട് റോബർട്ട് അവിടെ ഇരിക്കും. കയ്യിലുള്ള ഗണ്ണ് അവൻ എടുത്തു വെച്ച് ഒന്നുകൂടെ നോക്കും. അതേ സമയത്ത് അപ്പൂപ്പൻ വീട്ടിലിരുന്നിട്ട് കുറേ സമയമല്ലേ, ഒന്ന് റോഡ് കാണാമെന്ന് വിചാരിച്ച് റോഡിലേക്ക് ഇറങ്ങി വരും. ആ സമയത്ത് തന്നെ കാക്കകളും പൂച്ചകളും പട്ടികളും ഒക്കെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. കിളികൾ കരയുന്നത് നിർത്തുന്നേയല്ല. ഇതിപ്പോൾ എന്താ പെട്ടെന്ന് ഇങ്ങനെയെന്ന് വിചാരിച്ച് അപ്പൂപ്പൻ ഒരു സിഗരറ്റ് എടുത്ത് വായിൽ വെക്കും. അപ്പുണ്ടാവും റോഡിനടിയിൽ നിന്നും എന്തോ ഒരു ശബ്ദം. റോഡിൽ വിള്ളലുകൾ വീണ് അപ്പൂപ്പൻ്റെ തൊട്ടടുത്തെത്തും. ചാടി രക്ഷപ്പെടാൻ നോക്കെങ്കിലും പിന്നിലുള്ള ബിൽഡിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഓടി രക്ഷപ്പെടാൻ നോക്കെങ്കിലും അവരുടെ മുന്നിലുള്ള എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാണ്. റോഡാണെങ്കിൽ താഴ്ന്നു പോകുന്നു. ആ ബിൽഡിങ്ങും പൊളിഞ്ഞ കൂട്ടത്തിൽ തന്നെ അപ്പൂപ്പൻ്റെ വീടും പൊളിഞ്ഞു പോയിട്ടുണ്ട്. അമ്മൂമ്മയെ തെരഞ്ഞുകൊണ്ട് അപ്പൂപ്പൻ അങ്ങോട്ട് ഓടും. ഇതേ സമയത്ത് ലില്ലിറ്റിൻ്റെ വീട്ടിലും അവസ്ഥ ഇത് തന്നെയാണ്. വീടാകപ്പാടെ പൊളിഞ്ഞു വീഴാനായിട്ട് പോവുകയാണ്. ചേട്ടൻ അവളെയും കൂട്ടി വീടിന് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കെങ്കിലും വാതിലിൻ്റെ ഭാഗത്തായിട്ട് റൂഫ് ഇടിഞ്ഞു വീഴും. വീടിനകത്താണെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല. ഫ്ലോറാണെങ്കിൽ ഇടിഞ്ഞ് താഴോട്ട് പോവുകയാണ്. ചേട്ടൻ അപ്പം തന്നെ ആ മാർബിളിൻ്റെ ടേബിൾ എടുത്ത് ലില്ലിറ്റിൻ്റെ അടുത്തേക്ക് നീക്കും. അതിൻ്റെ അടിയിൽ കയറി ഇരിക്കാനായിട്ട് പറയും. മാർക്കറ്റും പൊളിയാനായിട്ട് പോകും. അമ്മയും മകനും അവിടെ നിന്ന് ഓടും. എന്നാൽ ആളുകൾ ഇഷ്ടം പോലെ അവിടെ നിന്ന് ഓടാനായിട്ടുണ്ട്. ആളുകൾ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായിട്ട് പുറത്തേക്ക് ഓടുമ്പോൾ പുറത്ത് മൊത്തം തിരക്കായതുകൊണ്ട് തന്നെ ബ്ലോക്കാവും. ആളുകളെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങും, ഒരു വമ്പം ഭൂകമ്പമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഭൂകമ്പം ഉണ്ടായിട്ട് വീടുകളെല്ലാം പൊളിയുന്നത് പ്ലെയിനിൽ നിന്നുകൊണ്ട് തന്നെ ആദം കാണുന്നുണ്ട്. 8 വർഷത്തിന് ശേഷമാണ് അവൻ്റെ കുടുംബത്തെ ഒന്ന് അവൻ കാണാനായിട്ട് പോകുന്നത്. അവരുടെ ഓർമ്മയ്ക്കായിട്ട് അവൻ്റെ കയ്യിലാകെ അവരുടെ ഒരു ഫോട്ടോ മാത്രമാണുള്ളത്. അതേസമയത്ത് അക്കോപ്പിയറിലായിരുന്നോ ലില്ലിറ്റിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് മാർബിളിൻ്റെ ടേബിൾ വാങ്ങിക്കൊടുത്ത സെമിത്തേരി ജോലിക്കാരൻ അങ്ങേരുടെ ജോലിക്കാരെയായിട്ട് വണ്ടിയിൽ പോകുന്നുണ്ടായിരുന്നു. കെട്ടിടങ്ങളെല്ലാം തകർന്ന് വീഴുന്ന കണ്ടിട്ട് ജോലിക്കാരനോട് ട്രക്ക് വേഗത്തിൽ ഓടിക്കാൻ പറയും. എന്നാൽ സ്പീഡിൽ പോയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വളയ്ക്കുമ്പോൾ ട്രക്ക് അപ്പാടെ മറിഞ്ഞു വീഴും. എന്നാൽ അക്കോപ്പിയർ ഇറങ്ങിയിട്ട് അവൻ്റെ ജോലിക്കാരെല്ലാം സേഫ് ആക്കാനായിട്ട് എല്ലാവരെയും വണ്ടിയിൽ നിന്ന് പുറത്തിറക്കിയിട്ട് ഒരു ബിൽഡിങ്ങിലേക്ക് കയറി നിൽക്കാൻ പറയും. അങ്ങനെ എല്ലാവരെയും കയറ്റി നിർത്തി അവനും അതിലേക്ക് ഓടിക്കയറാനായിട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് ആ ബിൽഡിംഗ് തകർന്നു വീഴും. അവൻ്റെ ജോലിക്കാരെല്ലാവരും അതിൻ്റെ അടിയിൽ മരിച്ചു പോകും. എന്നാൽ അത് കണ്ടു നിൽക്കുന്ന അക്കോപ്പിയറിന് അത് താങ്ങാനേ പറ്റില്ല. ഇതേ സമയത്ത് ഹോസ്പിറ്റലിൽ പോയിരുന്ന അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ മകൾ ഗയാനും അവളുടെ കെട്ടിയം വുറൂജും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടും. എന്നാൽ താഴെ എത്തുമ്പോഴാണ് വുറൂജിന് വേണ്ടപ്പെട്ട അയൽവാസിയായ ഒരു കുട്ടി ഹോസ്പിറ്റലിന്റെ മുകളിലത്തെ നിലയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതായിട്ട് നിൽക്കുന്നത് കാണുക. അവൻ അങ്ങോട്ട് ഓടാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഗയാൻ പറയുന്നുണ്ട്, വേണ്ട, അത് അപകടമാണ്. എന്നാൽ അവൻ സമ്മതിക്കുന്നില്ല. അവൻ ഹോസ്പിറ്റലിനുള്ളിലേക്ക് ഓടിക്കയറും. എല്ലാവരും താഴോട്ട് ഓടുന്ന സമയത്ത് അവൻ മാത്രം മുകളിലേക്കായിരിക്കും ഓടുന്നത്. അവൻ ഓടി മുകളിലെത്തുമ്പോൾ ബിൽഡിംഗ് എല്ലാം തകർന്ന് വീഴാനായിട്ട് പോകുന്നുണ്ട്. എന്നാലും ഓടി ചെന്ന് ആ കുഞ്ഞ് കുടുങ്ങിക്കിടക്കുന്ന റൂമിലെത്തും. അവനെ എടുത്ത് തിരിച്ച് അതേ വഴി തന്നെ ഓടി വന്ന് സ്റ്റെപ്പ് ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ സ്റ്റെപ്പ് പൊളിഞ്ഞു വീഴുന്നതാണ് കാണുക. ഇനി അതുവഴി ഇറങ്ങാനായിട്ട് പറ്റില്ല.
അവൻ ഓടിച്ചെന്ന് ജനാലയുടെ അടുത്തെത്തും. ആ കുട്ടിയായിട്ട് അവനെടുത്ത് ചാടാൻ പറ്റില്ല. അപ്പോഴാണ് ആ കുട്ടിയുടെ അമ്മ ജനാലയുടെ താഴെ വന്ന് കരയുന്ന കാണുക. അവൻ ആ കുഞ്ഞിനെ താഴോട്ട് എറിഞ്ഞു കൊടുക്കും. എന്നാൽ അതേ സമയത്ത് തന്നെ ആ ബിൽഡിംഗ് തകർന്ന് വീഴും. അവൻ അതിൻ്റെ അടിയിൽ പെട്ടുപോകും. കുഞ്ഞാണെങ്കിൽ അമ്മയുടെ മാറോട് ചേർന്ന് താഴെ വീഴും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ആ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ വിറൂജിൻ്റെ ഒരു കൈ മാത്രമായിരിക്കും പിന്നെ കാണുക. അത് കാണുന്ന ഗായം പൊട്ടിക്കരയും. നേരത്തെ പറന്നു വന്നുകൊണ്ടിരുന്ന വിമാനം ലാൻഡ് ചെയ്യും. അതിൽ നിന്നും ആദം ഓടിയിറങ്ങി അവൻ്റെ കുടുംബത്തെയും തിരഞ്ഞ് അവൻ്റെ കുടുംബം ഉണ്ടായിരുന്ന സ്ട്രീറ്റിലേക്ക് ഓടും. അവൻ്റെ കുഞ്ഞും ഭാര്യയും ആവട്ടെ മാർക്കറ്റിൻ്റെ അടുത്ത് വീണ് കിടക്കായിരിക്കും. അമ്മ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു മതിലിനടുത്ത് വന്ന് ചാരി കിടക്കും. അമ്മക്ക് കാര്യമായിട്ട് എന്തോ വേദനിക്കുന്നുണ്ട്. മകനോട് പറയും, നീ ഓടിച്ചെന്ന് ചേച്ചിയായിട്ട് ഇങ്ങോട്ട് തന്നെ വരണം, പെട്ടെന്ന് തന്നെ വരണം. മകൻ അവിടെ നിന്ന് ഓടിപ്പോകുമ്പോഴാണ് കാണുന്നത് അമ്മയുടെ വയറ്റിൽ ഒരു കമ്പി തറച്ച് കിടക്കുകയാണ്. എന്നാൽ റോബർട്ടിൻ്റെ കസിനാവട്ടെ തലയിൽ കയ്യും വെച്ചോണ്ട് സലൂണിൽ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ മേലെ ഒന്നും വീണിട്ടില്ല. എന്നാൽ മുടി വെട്ടാൻ വന്ന ചേട്ടൻ്റെ തലയിൽ ഒരു കോൺക്രീറ്റിൻ്റെ കഷ്ണം വീണ് അങ്ങേര് മരിച്ചു. എന്നാൽ കസിൻ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ തൊട്ടു മുന്നിലായിട്ട് അങ്ങേരുടെ വാച്ചായിരിക്കും കാണുക. ആ നല്ല വാച്ച്. ആ വാച്ച് പോക്കറ്റിലാക്കിയിട്ട് അവൻ അവിടെ നിന്ന് ഓടും. സെമിത്തേരി ജോലിക്കാരനായ അക്കോപ്പിയറിനാണെങ്കിൽ അവൻ്റെ മാനസിക നില തന്നെ തെറ്റിയിട്ടുണ്ട്. അവൻ്റെ അടുത്തേക്ക് ഒരു തൊപ്പി വന്ന്, നിങ്ങളുടെ കൈക്കും കാലിനൊന്നും പറ്റിയില്ലല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അക്കോപ്പിയർ ഓക്കെ പറയുമ്പോൾ എന്നവർ നമുക്ക് ഒരുമിച്ച് എല്ലാവരെയും സഹായിക്കാമെന്ന് പറയും. അങ്ങനെ അവർ പരിക്ക് പറ്റിയവരെയും അല്ലാത്തവരെയും ആയിട്ട് ഒരു ട്രക്കിലേക്ക് കയറ്റി കിടത്തും. ആ ട്രക്കിൻ്റെ മുതലാളിയാവട്ടെ ഒരു കട്ടിമീശക്കാരനാണ്. അങ്ങേരും ഈ ബോഡികളെല്ലാം എടുക്കാനായിട്ട് അവരുടെ കൂടെ കൂടുന്നുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിന് നിരക്കാത്ത ഓരോ തമാശകളും അങ്ങേര് പറയും. ഒരു ബോഡി കയറ്റിയിടുമ്പോൾ അങ്ങേര് പറയും, എന്ത് നല്ല ബോഡി, കണ്ട ജീവനുള്ള ബോഡി പോലെ തന്നെയുണ്ട്. എന്നിട്ടൊരു തീപ്പെട്ടി എടുത്ത് അത് കറക്കി കളിക്കാൻ തുടങ്ങും. അതിൻ്റെ കൂടെ തന്നെ വേറെയും തമാശകൾ തമാശിക്കുന്നുണ്ട്. അത് കാണുന്ന തൊപ്പി വന്ന് അങ്ങേരുടെ കോളർ പിടിച്ച് ലോറിക്ക് സൈഡ് കൊണ്ടുപോയിട്ട്, നീ എന്താടോ പറയുന്നത്, ഇത്രയും പേര് ഇവിടെ മരിച്ചു കിടക്കുന്ന നീ കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പറയും, ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നതേ ഓർമ്മയുള്ളൂ, പിന്നെ എല്ലാം തവിട് പൊടിയായി. നീ ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്ന ബോഡിയില്ലേ, അതെല്ലാം എൻ്റെ കൂട്ടുകാരുടെ ബോഡിയാണ്, ഇതെൻ്റെ ലോറിയും. പിന്നെ ഞാൻ തമാശ പറയരുതെന്ന് പറയാം, നീ ആരാ? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പലതും പറയും. തൊപ്പിക്ക് മനസ്സിലാവും അങ്ങേർക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നം വന്നു തുടങ്ങിയെന്ന്. അതുകൊണ്ട് തന്നെ അവനൊന്നും സംസാരിക്കാതെ അവിടുന്ന് പോവും. റോബർട്ട് ആവട്ടെ അവനും ഭൂകമ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവൻ മൂക്ക് പൊത്തി പിടിച്ച് പൊടിയാവാതെ എങ്ങനെയൊക്കെയോ ചുമച്ച് നടക്കുമ്പോഴാണ് ഒരു പോലീസുകാരൻ, ഒന്ന് വന്ന് സഹായിക്കണേ, എൻ്റെ അച്ഛൻ ഇതിനടിയിലുണ്ടെന്ന് പറയാം. അവൻ ചെന്ന് നോക്കുമ്പോൾ ഒരു സ്ലേവിനടിയിലായിട്ട് അങ്ങേരുടെ അച്ഛൻ കിടക്കുകയാണ്. എന്നാൽ ആ സ്ലേവ് പൊക്കാനാണെങ്കിൽ അവരെ രണ്ടുപേരെ കൊണ്ട് പറ്റുന്നുമില്ല. റോബർട്ട് തൊട്ടടുത്തുള്ള ഒരു കാറിൻ്റെ ഡിക്കി ഒരു കമ്പി വെച്ച് കുത്തി തുറന്ന് അതിൽ നിന്നൊരു ജാക്കി എടുത്തു കൊണ്ടുവന്ന് ഈ സ്ലേവ് പൊക്കാനായിട്ട് ശ്രമിക്കും. ഓരോ തവണ പൊക്കുമ്പോഴും പോലീസുകാർ അതിൻ്റെ അടിയിൽ കല്ലുകൾ വെച്ച് കൊടുക്കും. അങ്ങനെ സ്ലേവിൻ്റെ സൈഡിൽ ഒരാളെ കൊണ്ടുവരാൻ പാകത്തിനുള്ള ഹോളാവും. അപ്പോൾ രണ്ടുപേരും കൂടെ അച്ഛനെ പിടിച്ച് പുറത്തിറക്കും. അച്ഛൻ പോലീസുകാരനെ കെട്ടിപ്പിടിക്കും. എന്നാൽ അവരുടെ ബാക്കി ഫാമിലിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. റോബ് അവിടെ നിന്നും വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ സ്ലേവുകൾക്കിടയിൽ നിന്നും ഒരു ഷാൾ അവന് കിട്ടും. ആ ഷാളും എടുത്തുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ അടിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കും. താഴെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ചേട്ടനാണോ എന്ന് അടിയിൽ നിന്ന് ചോദിക്കും. ആ കുടുങ്ങിക്കിടക്കുന്നത് ലില്ലിറ്റാണ്. റോബർട്ട്, ഞാൻ ഇപ്പോൾ വരാം, ഞാൻ ഇപ്പോൾ തിരിച്ചു വന്ന് നിങ്ങളെ രക്ഷിക്കാമെന്ന് പറയും. അപ്പോഴാണ് കട്ടിമീശക്കാരൻ ലോറിയായിട്ട് അതുവഴി വരുന്നത്. അവൻ ഓടിച്ചെന്ന് ലോറിയുടെ മുന്നിൽ നിൽക്കും. മീശക്കാരൻ ചോദിക്കും, നീ എന്താടാ ചാവാനായിട്ട് മുന്നിൽ വന്ന് നിൽക്കുകയാണോ? അതേ സമയത്താണ് ആദം അവൻ്റെ സ്ട്രീറ്റ് നോക്കിയിട്ട്, അവൻ്റെ കുടുംബം താമസിക്കുന്ന സ്ട്രീറ്റ് നോക്കിയിട്ട് അവിടെ എത്തുക. ആ സ്ട്രീറ്റ് മൊത്തം തകർന്ന് കിടക്കുന്ന കാണുമ്പോൾ അവൻ്റെ മനസ്സും അതുപോലെ തന്നെ തകർന്നു പോകും. അപ്പോഴാണ് കട്ടിമീശക്കാരനും റോബർട്ടും കൂടെ അടി ഉണ്ടാക്കുന്ന അവൻ കാണുക. ആദ്യം ചെല്ലുമ്പോൾ റോബർട്ട് പറയുന്നത്, ഇതിനടിയിൽ ഒരു സ്ത്രീ പെട്ട് കിടക്കുന്നുണ്ട്, അവളെ രക്ഷിക്കണം. അതിന് മീശ പറയും, അവളെ മാത്രമല്ല എല്ലാവരെയും രക്ഷിക്കണം. അത് കേൾക്കുന്ന ആദമും പറയും, നമുക്കിപ്പോൾ ലോറിയിലുള്ളവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, അത് കഴിഞ്ഞിട്ട് അവളെ വന്ന് രക്ഷിക്കാം. റോബർട്ടിന് അത് അത്രക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എന്നാലും അവൻ മിണ്ടാതിരിക്കും. അതിന് ആദം പറയും, എന്നാൽ ആദ്യം തന്നെ നമുക്ക് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നിങ്ങളുടെ ലോറി നമുക്ക് വീണ്ടും ആവശ്യമുണ്ട്. കട്ടിമീശ പറയും, ഇതെൻ്റെ ലോറിയാണ്, അതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതിനാദ്യം ചോദിക്കും, എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയോ? അവരൊന്നും അറിയില്ല. അതുപോലെ തന്നെ റോബർട്ടിനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് ആദം പറയും, ആർക്കും ഒന്നും അറിയില്ലെങ്കിൽ എന്നാൽ ഞാൻ പറയുന്ന കേട്ടാൽ മതി. എന്നിട്ട് ലോറിയുടെ ഫ്രണ്ടിൽ കയറാൻ നിൽക്കുമ്പോൾ മീശ പറയും, ഇതെൻ്റെ ബർത്ത്ഡേ സൂപ്പ് ഇരിക്കുന്ന സ്ഥലമാണ്, ഇവിടെ കയറണ്ട, എൻ്റെ ലോറിയിൽ എൻ്റെ നിയമം, നിങ്ങൾ പിന്നിൽ കയറിയാൽ മതി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ലോറിയുടെ പിന്നിൽ കയറിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. അതേസമയത്ത് അമ്മയുടെ അടുത്ത് നിന്ന് ചേച്ചിയെ തെരഞ്ഞിറങ്ങിയ അനിയൻകുട്ടന് വീട് എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. അവൻ കുറേ ദൂരം ഓടിയിട്ട് വീട് മനസ്സിലാവാതാവുമ്പോൾ അവിടെ നിന്ന് ചേച്ചിയെ വിളിക്കാൻ തുടങ്ങും. ചുറ്റും നിശബ്ദതയല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൻ തിരിച്ച് അമ്മയുടെ അടുത്ത് തന്നെ ഓടിച്ചെന്ന് പറയും, ചേച്ചിയെ കാണുന്നില്ല, ഞാൻ അവിടെയെല്ലാം വിളിച്ചു നോക്കി, ചേച്ചിയെ കാണുന്നില്ല. അതിനമ്മ, എന്നാൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും പോയി തെരഞ്ഞു നോക്കാമെന്നും പറഞ്ഞ് എങ്ങനെയൊക്കെയോ ഞെങ്ങി ഞെരുങ്ങി എഴുന്നേറ്റ് നിൽക്കും. എന്നാലും വയറ് നല്ലപോലെ വേദന ആവുന്നുണ്ട്. അവർ രണ്ടുപേരും ചേച്ചിയെ അന്വേഷിച്ച് അവിടെ നിറങ്ങും. എന്നാൽ ലോറിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കട്ടിമീശ കരയാൻ തുടങ്ങും. അവൻ്റെ കരച്ചിൽ പുറത്താരെയും അവൻ കാണിക്കില്ല.
ആരും കാണാതിരിക്കുമ്പോൾ മാത്രമാണ് അവൻ കരയുക. അപ്പോഴാണ് ആ നാടിൻ്റെ അവസ്ഥ തന്നെ നമ്മൾ കാണുന്നത്. ഒരു ചെറിയ ഭാഗത്ത് മാത്രമല്ല ഭൂമികുലുക്കം ഉണ്ടായിരിക്കുന്നത്, അവരുടെ സിറ്റി മുഴുവൻ നശിച്ചു പോയിരിക്കുകയാണ്. എന്നാൽ അവിടെ ഭൂമികുലുക്കം ഉണ്ടായ വാർത്ത റേഡിയോ വഴി എല്ലാ നാട്ടിലും എത്തിയിട്ടുണ്ട്. ചുറ്റുമുള്ള നാട്ടിലുള്ള എല്ലാവരും അത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂകമ്പം ഉണ്ടായ സിറ്റിയായ അഷ്ടരാക്കിലേക്ക് അയൽ നാട്ടിൽ നിന്നും അയൽ രാജ്യത്ത് നിന്നും ആളുകൾ സഹായമായിട്ട് വരും. എന്നാൽ അവിടെ ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഒരു കാറിലുണ്ടായ ചേട്ടൻ അടുത്ത കാറിലുള്ള ചേട്ടനോട് ഒരു സിഗരറ്റ് തരുമെന്ന് ചോദിക്കും. സിഗരറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് അവൻ കണ്ണുകൊണ്ട് ചോദിക്കും. അതിന് അയാൾ പറയും, അഷ്ടരാക്കി സിറ്റി മൊത്തം തകർന്നു കിടക്കുകയാണെന്ന് കേട്ടിരുന്നു. അപ്പോൾ തന്നെ കുറേ ബ്രെഡുമായിട്ട് ഞാനിങ്ങ് പോന്നു. അല്ല, നിങ്ങൾ എന്തിനാണ് പോകുന്നത്? നിങ്ങളുടെ കുടുംബം എങ്ങാനും ഉണ്ടോ? എൻ്റെ കുടുംബം ഒന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഡിക്കി തുറന്നൊരു ടൂളും എടുത്തിട്ട് നേരെ അങ്ങോട്ട് നടക്കും. അത് കാണുന്ന എല്ലാവരും അവൻ്റെ പിന്നാലെ തന്നെ ഇറങ്ങി നടക്കാൻ തുടങ്ങും. അതേ സമയത്ത് കട്ടിമീശ ഹോസ്പിറ്റലിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ടാവും. അവിടെ തന്നെ മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ലോറിയിൽ നിന്ന് ബോഡികൾ ഇറക്കുമ്പോൾ അക്കോപ്പിയർ മാത്രം കരഞ്ഞോട് നിൽക്കുകയാണ്. അവൻ ഒരാളുടെ ബോഡി എടുത്ത് ബോഡി കൊണ്ടിടുന്ന ഭാഗത്തേക്ക് വലിച്ചു കൊണ്ടുപോകും. അവിടെ തന്നെ ഹോസ്പിറ്റലിൽ തകർന്ന ഭാഗത്ത് വുറൂജിൻ്റെ ബോഡിയുടെ അടുത്ത് ഗയാൻ കിടക്കുന്നുണ്ടാവും. ഗയാനില്ലേ, അമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയും മകള്, അവൾ കിടക്കുന്നുണ്ടാവും. അങ്ങോട്ട് വുറൂജ് രക്ഷിച്ച മകൻ്റെ അമ്മ വന്ന് പറയും, അവൻ മരിച്ചുപോയി, അവൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അതിനവൾ പറയും, അവൻ നിങ്ങളുടെ മകനെ രക്ഷിച്ചു. അതിനമ്മ, അതെൻ്റെ മനസ്സിൽ മരിക്കുന്നത് വരെ ഉണ്ടാവും, വുറൂജ് എന്നും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. എന്നാലും ഗയാൻ എഴുന്നേൽക്കുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് അമ്മ വീണ്ടും പറയും, ഗർഭിണിയായ സ്ത്രീകൾ തണുത്ത കല്ലിൽ കിടക്കുന്നത് വയറ്റിലുള്ള കുഞ്ഞിന് നല്ലതല്ല. അത് കേൾക്കുമ്പോൾ അമ്മയുടെ കൂടെ ഗയാൻ എഴുന്നേൽക്കും. നമ്മുടെ ലോറി ടീമാണെങ്കിൽ ബോഡിയെല്ലാം ക്യാമ്പിൽ വെച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും അവർ വന്ന സ്ഥലത്ത് തന്നെ എത്തും. ആദം വണ്ടിയിൽ നിന്ന് ഇറങ്ങി, രാത്രിയാവുകയാണ്, തണുപ്പ് കൂടി വരികയാണ്, നമുക്ക് വിറകുകൾ കണ്ടുപിടിക്കണമെന്ന് പറയും. അതിന് റോബർട്ട്, നിങ്ങൾ എനിക്ക് വാക്ക് തന്നതാണ്, തിരിച്ചു വന്നാൽ ആ സ്ത്രീയെ രക്ഷിക്കുകയാണ്. അതിന് ആദം, രാത്രിയാകുമ്പോൾ തണുത്ത് മരിക്കേണ്ടെന്നുണ്ടെങ്കിൽ വിറക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് വിറക് അന്വേഷിച്ചിറങ്ങും. എന്നാൽ റോബർട്ടിന് ഇനി കാത്തിരിക്കാൻ പറ്റില്ല. അവൻ വാക്ക് കൊടുത്തതാണ് രക്ഷിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അവൻ ലോറിയിൽ കയറി ഇരുമ്പിൻ്റെ വട എടുത്തിട്ട് ലോറിയുടെ മുന്നിൽ കെട്ടി അത് കൊണ്ടുപോയിട്ട് ആ സ്ലാവിലും കെട്ടിവെക്കും. മീശയോട് പറയും, ലോറി പിന്നോട്ട് എടുത്തോളാൻ. മീശ ലോറിയിൽ കയറുമ്പോൾ പറയും, എൻ്റെയൊക്കെ ഒരു അവസ്ഥ നോക്കണേ, ഒരു മുതലാളിയായ ഞാൻ ഇപ്പം 2 മുതലാളിമാരുടെ കീഴിലാണ് ജോലി എടുക്കുന്നത്. അത് ആദത്തിനെയും റോബർട്ടിനെയും ഉദ്ദേശിച്ചാണ് അങ്ങേര് പറയുന്നത്. എന്നാൽ ലോറി ഒന്ന് എടുക്കുന്നതേ ഓർമ്മയുണ്ടാവും. ആദം ഓടി വന്ന് ലോറി നിർത്താനായിട്ട് പറയും. റോബർട്ട്, നിങ്ങളാണെങ്കിൽ രക്ഷിക്കുന്നുമില്ല, രക്ഷിക്കുന്നവരെ സമ്മതിക്കുന്നുമില്ല. ആദം താഴെ നിന്ന് 3 കല്ലെടുത്ത് അത് തമ്മിൽ വെച്ച് കാണിച്ചു കൊടുക്കും. ഇതിലേത് കല്ലെടുത്താലും ബാക്കി 2 അവളുടെ മേലേക്കാണ് വീഴുക. അവളെ മരിക്കാനും ഞാൻ സമ്മതിക്കില്ല, നിന്നെ കൊണ്ട് അവളെ കൊല്ലാനും ഞാൻ സമ്മതിക്കില്ല. അപ്പോഴേക്ക് നേരത്തെ കണ്ട റോബർട്ട് സഹായിച്ചിരുന്ന പോലീസ് വന്ന് പറയും, അങ്ങേര് പറയുന്നത് ശരിയാണ്, അങ്ങേർക്ക് ഇതിലെല്ലാം നല്ല ബോധ്യമുണ്ട്. എന്നിട്ട് ആദത്തിന് വന്ന് കൈ കൊടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആദവും ഒരു പോലീസുകാരനായിരുന്നു. റോബർട്ട് പോലീസിനോട് ചോദിക്കും, നിങ്ങളുടെ കുടുംബത്തെ എല്ലാം തിരിച്ചു കിട്ടിയോ? അതിനങ്ങേര് പറയും, എല്ലാവരെയും രക്ഷിച്ചു, ഞാനും രക്ഷപ്പെട്ടു, മഹാത്ഭുതം തന്നെയാണ്. എന്നാൽ റോബർട്ടിൻ്റെ കാര്യത്തിൽ അത് മറ്റൊരവസ്ഥയിലാണ്. അവൻ്റെ കുടുംബമെല്ലാം മരിച്ചു, പക്ഷെ അവൻ മാത്രം രക്ഷപ്പെട്ടു. അതേസമയത്ത് അമ്മയും മകനും കൂടെ മകളെ തെരഞ്ഞോടുന്ന സമയത്ത് അമ്മയ്ക്ക് വയറിൻ്റെ വേദന കൂടി വരുമ്പോൾ താഴെ വീഴും. ഞെങ്ങി ഞെരുങ്ങി ഒരു സ്ഥലത്തിരിക്കുമ്പോൾ മകനും തൊട്ടടുത്ത് വന്നിരിക്കും. അമ്മ പറയും, മോൻ ഇവിടെ നിന്ന് ഓടിപ്പോക്കോ. അതിന് മോൻ ചോദിക്കും, നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം മരിച്ചു കിടക്കുകയാണോ? അതിന് അമ്മ അതേന്ന് പറയും. അവൻ ചോദിക്കും, അമ്മയും മരിക്കാൻ പോവുകയാണോ? അമ്മ കരഞ്ഞോണ്ട്, നീ എന്താ ഇങ്ങനെയെല്ലാം ചോദിക്കുന്നേ? മോൻ്റെ സ്നേഹമുള്ളിടത്തോളം കാലം അമ്മ മരിക്കില്ല. അമ്മ എന്നും മകൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, ഹൃദയത്തിലുണ്ടാവും. അമ്മയെ മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയും. എന്നാലും അമ്മക്ക് കുറച്ച് ഭക്ഷണം വാങ്ങാനായിട്ട് അവൻ ക്യാമ്പ് തിരഞ്ഞ് ക്യാമ്പിലേക്ക് ഓടും. അപ്പോഴും അക്കോപ്പിയർ മരിച്ചവരുടെ ബോഡിയെല്ലാം എടുത്ത് കൊണ്ടിടുന്ന തിരക്കിലാണ്. അവനാണെങ്കിൽ കൂടുതൽ ബോഡികൾ കൊണ്ടുവരാനായിട്ട് അവിടെ നിന്നിരുന്ന കുതിര വണ്ടി എടുക്കും. രാത്രിയാകുമ്പോൾ ആദമും പോലീസുകാരനും കൂടെ വിറകെല്ലാം ശേഖരിച്ച് അത് കൂട്ടിയിട്ട് കത്തിക്കും. അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ കട്ടിമീശക്കാരൻ അവൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന സൂപ്പ് കൊണ്ടുവച്ച് എല്ലാവരോടും കുടിച്ചോളാൻ പറയും. അപ്പോഴും തൊപ്പിയൊന്നും മിണ്ടാതെ ശോകമൂകായിട്ട് ഇരിക്കുകയാണ്. കട്ടിമീശ ചോദിക്കും, നീ എന്തൊന്നും കുടിക്കാത്തെ? കുടിക്കി. അപ്പോഴാണ് അവൻ പറയാം, ഇന്ന് എൻ്റെ അനിയനെ എനിക്ക് നഷ്ടമായി. ഭൂമികുലുക്കം ഉണ്ടായ സമയത്ത് അവൻ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. പേടിച്ചിറങ്ങി അവൻ ഓടി അടുത്ത വീട്ടിൽ കയറി ചെന്നിരുന്നു. എന്നാൽ ആ വീട് തകർന്നു പോയി, ഞങ്ങൾ വീട് തകർന്നതുമില്ല. അവിടെ നിൽക്കുന്ന പോലീസുകാരനൊഴികെ ബാക്കി എല്ലാവരും ഒന്നിനൊന്ന് നഷ്ടങ്ങൾ സംഭവിച്ചവരാണ്. അതേസമയത്ത് തന്നെ റോബർട്ട് ലില്ലിറ്റിന് വേണ്ടി ഒരു പുതപ്പ് സ്ലാവിന് ഇടയിലൂടെ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കും. അവളാണെങ്കിൽ ആ തണുപ്പത്ത് അതും പുതച്ച് അതിനകത്ത് കിടക്കുകയും ചെയ്യും. റോബർട്ടിന്റെ കസിനാവട്ടെ ഒരു ടീമുമായി ചെന്നിട്ട് ഓരോ വീട്ടിലും കയറി അവിടെയുള്ള സാധനങ്ങൾ കൊള്ളയടിക്കായിരിക്കും. അവരുടെ ടീമിൽ തന്നെ ഒരു കിറുക്കനുണ്ട്. അവനാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് വലിയൊരു റേഡിയോ എടുത്ത് വരുമ്പോൾ കസിൻ പറയും, ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല,
വഴിയിൽ വെച്ച് പോലീസുകാർ കണ്ടാൽ നമ്മൾ പിടിക്കപ്പെടും. അവനാണെങ്കിൽ അത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഇവർ പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ അത് താഴെയിട്ട് അവരുടെ കൂടെ ഇറങ്ങും. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരാൾ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടാവും. അവരത് മെയിൻ്റെ ചെയ്യില്ല, അത് അവിടെ കിടന്നോട്ടെ എന്നും പറഞ്ഞ് അവരിറങ്ങി ഓടും. മെഡിക്കൽ ക്യാമ്പിലാണെങ്കിൽ ഡോക്ടർ എല്ലാവരെയും സഹായിച്ച് ചികിത്സിച്ചിട്ട് അങ്ങേർക്ക് വയ്യാതായി വന്നിട്ടുണ്ട്. അങ്ങേര് ഒരു സിഗരറ്റും വലിച്ച് പുറത്ത് വന്നിരിക്കുമ്പോഴാണ് ഗയാനയായിട്ട് രക്ഷപ്പെട്ട കുട്ടിയുടെ അമ്മ വരുന്നത്. ഇവക്ക് പ്രസവവേദന വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ അപ്പം തന്നെ അവളെയും കൊണ്ട് അകത്തേക്ക് കയറും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഇപ്പം രണ്ടാമത്തെ ദിവസമാണ്. എല്ലാവരും ഇപ്പോഴും ബോഡികൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കല്ലുകൾ മാറ്റി നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ഫ്ലൂട്ട് കിട്ടും. ആ ഫ്ലൂട്ട് എടുത്ത് പറയും, എൻ്റെ മകൾക്കും ഇതുപോലെ ഒരു ഫ്ലൂട്ട് ഉണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന കട്ടിമീശ് അത് വാങ്ങിച്ചിട്ട് പറയും, ഇതിലെ പല്ലിൻ്റെ പാട് നോക്കിയാൽ മനസ്സിലാവും ഇതൊരു ആൺകുട്ടി ഉപയോഗിച്ചതാണ്. അവൻ ശരിക്ക് ആദ്യത്തെ നിരുത്സാഹപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞാണ്. എന്നിട്ട് ആ ഫ്ലൂട്ട് എടുത്ത് അവൻ വായിക്കാൻ തുടങ്ങും. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അവിടെയുള്ളവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവർ, അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ടവർ, കുടുംബം തന്നെ നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ കാറുകളിൽ കുട്ടികളുടെ ബോഡി കയറ്റി കൊണ്ടുപോകുന്നതും കാണാം. ഈ സീനുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അന്ന് ഭൂകമ്പം സംഭവിച്ചപ്പോൾ പത്രത്തിൽ വന്ന ഫോട്ടോകളെല്ലാം റീക്രിയേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തതാണ് ഇതെല്ലാം. സത്യം പറഞ്ഞാൽ അന്ന് സംഭവിച്ചതെല്ലാം അതുപോലെ തന്നെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ആർമി എത്തി ജനങ്ങൾക്ക് വേണ്ട ക്യാമ്പ് അവിടെ തുടങ്ങിയിട്ടുണ്ടാകും. അവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ കൊച്ചു മോനും അമ്മയുടെ മോൻ അവിടെ എത്തുന്നുണ്ട്. അവന് വേണ്ട ഭക്ഷണം വാങ്ങി അവൻ ഒന്നിനൂടെ കൈ കാണിക്കുമ്പോൾ അവർ ചോദിക്കും, നിനക്ക് ഇനിയും വേണോ? അതിന് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചി പറയും, അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് അവനത് വാങ്ങുന്നത്. ഇപ്പം ആ ചേച്ചിയാണ് അവൻ ആ ക്യാമ്പിൽ നോക്കുന്നത്. അവൻ ഭക്ഷണമായിട്ട് ചേച്ചിയുടെ കൂടെ തന്നെ അമ്മ കിടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. അമ്മയുടെ അടുത്തെത്തി ഭക്ഷണം വെച്ച് കൊടുത്ത് അമ്മ കഴിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ചേച്ചിയുടെ മുഖം വിളറുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുക അവൻ്റെ അമ്മ മരിച്ചു കിടക്കുകയാണ്. എന്നാൽ അവനത് മനസ്സിലായിട്ടില്ല. അമ്മയെ ഭക്ഷണം കഴിക്കുക, അമ്മയെ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങും. ചേച്ചി അമ്മ ഇപ്പോൾ ഉറങ്ങുകയാണ്, അമ്മയെ ബുദ്ധിമുട്ടിക്കാണ്ടെന്നും പറഞ്ഞ് അവനെ കൊണ്ട് വരാൻ നോക്കും. അതേ സമയത്ത് തന്നെ രക്ഷപ്പെട്ട കുഞ്ഞിൻ്റെ അമ്മ അപ്പൂപ്പൻ്റെ അടുത്ത് വന്ന് പറയും, നിങ്ങളുടെ മകൾ പ്രസവിച്ചു, ഗയാൻ പ്രസവിച്ചു. അതാണെങ്കിൽ അപ്പൂപ്പൻ മെയിൻ്റെ ചെയ്യില്ല. അമ്മ ഒന്നുകൂടെ പറയും, നിങ്ങളുടെ മകൾ ഗയാൻ പ്രസവിച്ചു, ഒരു ആൺകുഞ്ഞിനാണ് ജന്മം നൽകിയിരിക്കുന്നത്. അതിന് അപ്പൂപ്പൻ പറയും, അതിൻ്റെ തന്തയും തള്ളയില്ല അതിനെ നോക്കാൻ, അല്ലാതെ എൻ്റെ അടുത്ത് എന്തിനാ വന്നിരിക്കുന്നത്? അതിന് അമ്മ കരഞ്ഞോണ്ട് പറയും, നിങ്ങളുടെ മകളൊരു മിടുക്കിയാണ്, അവളുടെ ഭർത്താവ് ഒരു വീരനാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, എൻ്റെ മകനെ ഒറൂജാണ് രക്ഷിച്ചിട്ടുള്ളത്, അവൻ്റെ ജീവൻ കൊടുത്താണ് രക്ഷിച്ചത്. അത് കേൾക്കുന്ന അപ്പൂപ്പൻ തരിച്ചു പോകും. ഇത്രയും നല്ലൊരു മകളെ വളർത്തിയതിന് നിങ്ങൾക്ക് നന്ദിയുണ്ടെന്നും പറഞ്ഞ് അമ്മ അപ്പൂപ്പൻ്റെ കയ്യിൽ പിടിച്ച് മുത്തട്ടിട്ട് അവിടെ നിന്ന് പോകും. ആ കൂമ്പാരത്തിൽ നോക്കി അപ്പൂപ്പൻ പറയും, എടി നമ്മൾ മുത്തശ്ശനും മുത്തശ്ശിയായി. ഇവിടെ ആളുകളെ തിരയുന്നതിൻ്റെ ഇടയിൽ റോബർട്ടിൻ്റെ കയ്യിലേക്ക് പോലീസുകാരൻ വന്നിട്ട് ഒരു സാൻഡ്വിച്ച് കൊടുക്കും. ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കിട്ടിയെന്ന് അങ്ങേര് പറയും. കാരണം അങ്ങേരുടെ അച്ഛനെ രക്ഷിക്കാനായിട്ട് റോബർട്ടായിരുന്നു അങ്ങേരെ സഹായിച്ചിരുന്നത്. അപ്പോഴാണ് റോബർട്ടിൻ്റെ കസിൻ അതുവഴി വരുന്നത്. അവൻ ഓടിച്ചെന്ന് കസിനോട്, നീ ജീവനോടെ ഉണ്ടല്ലോ, എനിക്ക് സമാധാനമായി എന്ന് പറയുമ്പോൾ കസിൻ ചോദിക്കും, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അതിനവൻ പറയും, ഒരു ക്രെയിൻ കിട്ടുമോ? ഇവിടെ ഒരു സ്ത്രീ അടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അവളെ രക്ഷിക്കാനാ. അതിന് കസിൻ പറയും, ഞങ്ങളുടെ കൂടെ പോര്, ഞങ്ങളുടെ കൂടെ വന്ന് എന്തും നിനക്ക് കിട്ടും. അപ്പോഴാണ് കസിൻ്റെ കയ്യിൽ ആ മുടി വെട്ടാൻ വന്ന ആളുടെ കയ്യിൽ കണ്ടിരുന്ന വാച്ച് കാണുക. റോബർട്ടിന് മനസ്സിലായി അവനത് കട്ടെടുത്തതോ അല്ലെങ്കിൽ അങ്ങേര് മരിച്ചപ്പോൾ കയ്യിൽ നിന്ന് ഊരിയതോ ആണ്. അതുകൊണ്ട് തന്നെ അവൻ പറയും, ഞാൻ നിന്റെ കൂടെ വരുന്നില്ല, ഇവിടെ കുറച്ച് ജോലിയുണ്ട്. കസിനാണെങ്കിൽ കാര്യം മനസ്സിലായിട്ടുണ്ട്. അവനൊന്നും സംസാരിക്കില്ല. അവൻ്റെ ടീമിൻ്റെ കൂടെ അവൻ പോകും. ക്യാമ്പിലാണെങ്കിൽ പട്ടാളക്കാർ അവരുടെ ഡോഗിനെ ട്രെയിൻ ചെയ്യിക്കുന്നത് കുഞ്ഞുങ്ങൾക്കും കാണിച്ചു കൊടുക്കും. അവർ കുറച്ചെങ്കിലും ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചേച്ചി പട്ടാളക്കാരൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പട്ടാളക്കാരൻ ചോദിക്കും, ഇവന് മാതാപിതാക്കളുണ്ടോ? അതിന് ചേച്ചി പറയും, ഇവൻ അമ്മയില്ല, അച്ഛനുണ്ടോയെന്ന് അറിയില്ല. അപ്പം തന്നെ കുട്ടി വന്നിട്ട് ചേച്ചിയോട് ചോദിക്കും, എൻ്റെ അമ്മ ഇപ്പം എത്തുമോ? അതിന് ചേച്ചി പറയും, ഇവിടെ കുറേ ഡോഗുകളുണ്ട്, കുറേ നായകളുണ്ട്, നമുക്ക് അതിനെയും കൂടി പോയി കണ്ടാലോ? അപ്പോഴേക്ക് അമ്മ എത്തുമെന്ന് അവൻ വീണ്ടും ചോദിക്കും. എന്നാലും ചേച്ചി വിഷയം മാറ്റിയിട്ട് അവനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകും. ഇവിടെ ബോഡി തിരയുന്നവർക്കാവട്ടെ തെരച്ചിലിൻ്റെ ഇടയിൽ 2 ബോഡി കിട്ടും. അതിലൊരാൾ ഇറങ്ങിച്ചെന്ന് ആദ്യത്തെ ആളെ പുറത്തെടുക്കും. അവരാണെങ്കിൽ മരിച്ചുപോയി. രണ്ടാമത്തെ ആളെ എടുക്കുമ്പോൾ അതൊരു ചെറിയ പെൺകുട്ടിയായിരിക്കും. പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് മനസ്സിലാവുക അത് ആദത്തിൻ്റെ മകളായിരുന്നു. ആദം അവളെ 2 കൈകൾ കൊണ്ട് ഏറ്റുവാങ്ങും. എല്ലാവരും എന്താ ചെയ്യാന്നറിയാത്ത മട്ടിലാണ് നിൽക്കുക. ആദത്തിന് പൊട്ടിക്കരയാൻ തോന്നും. എന്നാലും അവളെയായിട്ട് താഴെ കൊണ്ടുവന്ന് നിലത്ത് വെച്ച് അവൻ പൊട്ടിക്കരയാൻ തുടങ്ങും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ മകളുടെ ബോഡി വന്നിട്ട് ആംബുലൻസ് കൊണ്ടുപോകും. എന്നാലും ആദം നല്ല വിഷമത്തിലാണ് ഇരിക്കുന്നത്. റോബർട്ട് ആദത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ ചോദിക്കും, എനിക്ക് എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ പറ്റില്ലേ? അതിന് റോബർട്ട് പറയും, ചിലപ്പോൾ ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ നിങ്ങളുടെ ഭാര്യയും മകനും ഇവിടെ ഉണ്ടായെന്ന് വരില്ല. അവർ ചിലപ്പോൾ പുറത്താണെങ്കിലോ, എന്തായാലും അവരെ കണ്ടുപിടിക്കുക. നിങ്ങൾ വിശ്വാസം കൈവിടരുത്, വിശ്വാസത്തോടെ തിരയണം, വിഷമിക്കാനുള്ള സമയമല്ലത്. അത് കേൾക്കുമ്പോൾ ആദത്തിന് എന്തോ ഒരു ഊർജ്ജം വരും. അതെ, അത് ശരിയാണെന്നും പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് അവൻ റോബർട്ടിന് കൈ കൊടുക്കും. ആ സമയത്താണ് ആദത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ചെയിൻ, ആ മാല റോബർട്ട് കാണുക. അവൻ അപ്പോഴാണ് മനസ്സിലാവുക അവൻ്റെ കുടുംബം മരിക്കാൻ കാരണക്കാരനായ ആ വണ്ടി ഓടിച്ച ആൾ ഇങ്ങേരാണ്. എന്നാൽ അവനത് പുറത്ത് കാണിക്കില്ല. ആ സമയത്ത് അക്കോപ്പിയർ മരിച്ചവരുടെ ബോഡിയെല്ലാം എടുത്തു കൊണ്ടുപോവുകയാണ്. അവിടെ തന്നെ അപ്പൂപ്പൻ എത്തിയിട്ടുണ്ടാവും. ഉറൂജിൻ്റെ ബോഡിയുടെ അടുത്ത് വന്ന് മകളുടെ ഭർത്താവിൻ്റെ ബോഡിയുടെ അടുത്ത് വന്ന് അങ്ങേര് കരയും.
എൻ്റെ മനസ്സ് നീറി ഏറെ വിഷമിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല. നിന്റെ ബോഡി ഞാൻ എല്ലാ ആചാരങ്ങളോട് കൂടിയും അടക്കം ചെയ്യും. എന്നിട്ട് മുകളിലേക്ക് നോക്കി പറയും, എന്തിനാണ് നീ വേദനിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത്? അവിടെ നിന്ന് അപ്പൂപ്പൻ നേരെ മെഡിക്കൽ ക്യാമ്പിലേക്ക് ഗയാൻ്റെ അടുത്തേക്കായിരിക്കും ചെല്ലുക. അവളുടെ തൊട്ടടുത്ത് വന്നിരുന്ന് അപ്പൂപ്പൻ അവളെയും ചേർത്ത് പിടിച്ച് കരയും. അതേ സമയത്ത് ആദം അവൻ്റെ മകനുണ്ടോയെന്ന് നോക്കാനായിട്ട് മറ്റൊരു ക്യാമ്പിൽ ചെന്ന് തിരയും. അവിടെയാണെങ്കിൽ അവനില്ല. എന്നാൽ ആ ക്യാമ്പിൽ കാണാതായവരുടെ ഫോട്ടോസ് എല്ലാം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അവൻ്റെ കുടുംബത്തിൻ്റെ ഫോട്ടോയുടെ പിന്നിൽ അവൻ്റെ അഡ്രസ്സ് എഴുതി വെച്ചിട്ട് അതും അവൻ അവിടെ ഒട്ടിച്ചു വെക്കും. രാത്രിയാകുമ്പോൾ ലില്ലിറ്റിൻ്റെ സ്ലാവിനിടയിലൂടെ റോബർട്ട് ഭക്ഷണങ്ങൾ താഴേക്ക് ഇട്ട് കൊടുക്കാൻ നോക്കും. അതിനവൾ പറയും, നിങ്ങൾ എന്തിനാണ് എന്നെ രക്ഷിക്കുന്നത്? എന്നെ മരിക്കാൻ അനുവദിക്കും. നിന്നെ ഞാൻ മരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കുന്നത് കേട്ട് അവിടെ കാതമെത്തും. എന്നിട്ട് അവളോട് പറയും, നിങ്ങളെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തണമെന്നുണ്ട്. പക്ഷെ ഒരു ക്രെയിൻ വരാതെ അതൊരിക്കലും സാധിക്കില്ല. ഒരിക്കലും ഞങ്ങൾ നിങ്ങളെ കൈവിടില്ല, സത്യം. അത് കേൾക്കുമ്പോൾ അവൾക്ക് സമാധാനമാവും. അപ്പോഴും കസിനും അവൻ്റെ ടീമും കൂടെ കൊള്ളയടിക്കുന്ന തിരക്കിലാണ്. അവർ പോകുന്ന വഴിക്ക് ഒരു സ്വർണ്ണക്കട കാണുമ്പോൾ കിറുക്കൻ പറയും, നമുക്ക് ഇവിടെ കയറിയിട്ട് പോവാം. അതിന് കസിൻ പറയും, നമ്മൾ ഇവിടെ കയറുകയാണെങ്കിൽ പോലീസ് വന്നാൽ നമ്മൾ പെടും. വീണ്ടും അവർ മുന്നോട്ട് നടക്കുമ്പോൾ കിറുക്കൻ ഒരു കല്ലെടുത്ത് സ്വർണ്ണക്കടയുടെ ചില്ലെറിഞ്ഞ് പൊട്ടിക്കും. അതിന് കസിൻ, എന്നാൽ പിന്നെ 5 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ തിരിച്ചിറങ്ങണം. കിറുക്കനോട് കാവൽ നിൽക്കാൻ പറഞ്ഞ് അവരെല്ലാവരും കൂടെ സ്വർണ്ണക്കടയിൽ കയറും. എന്നാൽ ആ ചില്ല് പൊട്ടുന്ന ശബ്ദം നമ്മുടെ പോലീസുകാരൻ കേട്ടിരുന്നു. അവൻ അങ്ങോട്ട് വരുമ്പോൾ ആദ്യം തന്നെ കിറുക്കനാണ് കാണുക. അവൻ ഓടിച്ചെന്ന്, സാർ ഇവിടെ കള്ളന്മാർ കയറിയിട്ടുണ്ട്, അവർ സ്വർണ്ണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഞാനാണ് ആദ്യം കണ്ടതെന്ന് പറയും. പോലീസ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലും. ആദ്യം തന്നെ കസിനായിരിക്കും കാണുക. ഗണ്ണ് ചൂണ്ടി അവനെ ഗൺ പോയിന്റിൽ നിർത്തുമ്പോൾ പിന്നിലൂടെ കിറുക്കം വന്ന് കത്തി കൊണ്ട് പോലീസുകാരനെ കുത്തിക്കൊല്ലും. അതുകൊണ്ട് തന്നെ അവർക്കിനി അവിടെ നിൽക്കാൻ പറ്റില്ല. അവർക്ക് നാട് വിടണം. അതുകൊണ്ട് തന്നെ അവർക്കിനി ഒരു വണ്ടിയാണ് വേണ്ടത്. അവിടെ നിന്നും ബ്ലാക്ക് ഔട്ട് ചെയ്താൽ 3-ാമത്തെ ദിവസം രാവിലെ തന്നെ ഒരു ക്രെയിൻ അത് വഴി വരുന്നുണ്ടാവും. റോബർട്ട് ഓടിച്ചെന്ന് ക്രെയിനുകാരനോട്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കും. ഞാൻ ഇങ്ങോട്ട് തന്നെയാണ് വന്നത്, ആളുകളെ സഹായിക്കാൻ വന്നതാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും എനിക്ക് ഫ്രീ ആയിട്ട് പെട്രോൾ അടിച്ചു തന്നു. കിന്നാരം പറയാതെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറയുമെന്ന് പറയും. റോബർട്ട് അങ്ങേരെയും കൂട്ടിയിട്ട് ലില്ലിറ്റ് കുടുങ്ങിക്കിടക്കുന്ന ഭാഗത്തെത്തും. അപ്പോൾ തന്നെ ആദം വന്ന് കാര്യം പറയും, ഇവിടെ ഒരു സ്ത്രീ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷെ അവൾ എടുക്കുന്ന കാര്യം കുറച്ച് ദുർഘടം പിടിച്ച കാര്യമാണ്. മിനിമം 2 ക്രെയിനെങ്കിലും വേണം. പക്ഷെ നമുക്ക് സമയമില്ല ഇപ്പം 2 ക്രെയിൻ കൊണ്ടുവരാനായിട്ട്. അതുകൊണ്ട് ഉള്ളത് വെച്ച് നമുക്കിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം തന്നെ ചെരിഞ്ഞ് നിൽക്കുന്ന സ്ലാബ് ലോറിയായിട്ട് കെട്ടിവെക്കും. എന്നാൽ പിന്നെ മുകളിലത്തത് പൊക്കുന്ന സമയത്ത് അത് അവളുടെ മേലേക്ക് വീഴില്ല. ശേഷം മുകളിലത്തെ സ്ലാബിൽ ക്രെയിന് കെട്ടിവെച്ചവർ പൊക്കാൻ നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കസിൻ്റെ ടീം വന്നിട്ട് ലോറിയിലിരിക്കുന്ന കട്ടിമീശക്കാരനെ ഗണ്ണ് ചൂണ്ടും. അവർക്കിപ്പോൾ വേണ്ടത് ആ ലോറിയാണ്. അവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. അതിനുവേണ്ടിയാണ് ചോദിക്കുന്നത്. റോബർട്ട് കസിൻ്റെ മുഖത്തേക്ക് നോക്കെങ്കിലും അവനും അത് തന്നെയാണ് പറയുന്നത്. അവൻ കസിൻ്റെ അടുത്ത് ചെന്ന് കാര്യം പറയുമ്പോൾ കിറുക്കം പറയും, അവനല്ല ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞാനാണ്. അതിന് റോബർട്ട് അവൻ്റെ അരയിൽ കസിൻ കൊടുത്തിരുന്ന ഗണ്ണെടുത്ത് കിറുക്കൻ്റെ നേരെ ചൂണ്ടും. അതിനവൻ ചോദിക്കും, നിനക്ക് ഷൂട്ട് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ? എന്നാൽ ഷൂട്ട് ചെയ്യടാന്ന് പറഞ്ഞ് അവൻ റോബർട്ടിൻ്റെ അടുത്തേക്ക് വരും. അതേസമയത്ത് ആദം അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ചേട്ടനോട് കണ്ടുകൊണ്ട് എന്തോ ഒന്ന് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് റോബർട്ടിനെ തട്ടി മാറ്റുമ്പോൾ കിറുക്കൻ ആദത്തിൻ്റെ വയറ്റിനിട്ട് കുത്തും. ആദം അപ്പോഴേക്ക് അവൻ്റെ തലക്കിട്ടൊരു ഇടി കൊടുക്കും. മറ്റേ ചേട്ടനാണെങ്കിൽ ഗണ്ണ് പിടിച്ച് നിൽക്കുന്നവൻ്റെ തല്ലമണ്ടക്കിട്ടൊരു അടി അടിക്കും. റോബർട്ട് കസിൻ്റെ അടുത്തേക്ക് ചാടി വീണ് അവനെ താഴെയിടും. അപ്പോഴേക്ക് എല്ലാവരും കൂടിയിട്ട് കസിൻ്റെ ടീമിനെ അവിടുന്ന് പിടിച്ച് കൊണ്ടുപോകും. അവരെല്ലാവരും ജോലി വീണ്ടും തുടരും. ക്രൈന് വെച്ചിട്ട് ആ സ്ലാബ് മെല്ലെ പൊക്കുന്ന സമയത്ത് ലില്ലിറ്റിനാണെങ്കിൽ അകത്തുനിന്ന് കയറി വരാനായിട്ട് പറ്റുന്നില്ല. റോബർട്ട് പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് ചാടിയിട്ട് അവളെയും കൊണ്ട് പുറത്തിറങ്ങും. എന്നാലും പുറത്തു വരാൻ പറ്റുന്നില്ല. ഒരു വിധത്തിൽ അവൻ എങ്ങനെയോ വലിഞ്ഞ് പുറത്തെത്തുമ്പോൾ തന്നെ ആ സ്ലാബ് പൊളിഞ്ഞ് അതിലേക്ക് വീഴും. എല്ലാവരും ഇപ്പോൾ ഹാപ്പിയാണ്. എല്ലാവരും ഒരുമിച്ച് നിന്ന് ആദ്യമായിട്ട് ഒരു ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. റോബർട്ടാണെങ്കിൽ ലില്ലിറ്റിൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കുന്നില്ല. അത് കാണുന്ന കട്ടിമീശ പറയും, അവളെ ഇങ്ങനെ തുറിച്ച് നോക്കല്ലേ. അപ്പോഴാണ് റോബർട്ട് കിറുക്കൻ്റെ കയ്യിൽ നിന്ന് കുത്തു കിട്ടിയാതെ അവിടെ ഇരിക്കുന്ന കാണുക. അവൻ ആദത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ആദം കഴുത്തിന്ന് അവൻ്റെ ചെയിൻ, അവൻ്റെ മാല ഊരി റോബർട്ടിന് കൊടുത്തു പറയും, നീ ആരാണെന്ന് എനിക്കറിയാം. പക്ഷെ നീ ഇപ്പം എനിക്ക് ചെയ്തു തരേണ്ടത് എൻ്റെ കുടുംബത്തെ നീ കണ്ടുപിടിക്കണം. അതും പറഞ്ഞു കഴിയുമ്പോൾ ആദം അവിടെ നിന്ന് മരിക്കും. അതാണെങ്കിൽ റോബർട്ടിന് താങ്ങാൻ പറ്റില്ല. ശരിക്കും അവൻ ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള മനുഷ്യനായിരുന്നു ആദം. പക്ഷേ ഇപ്പോൾ ആദത്തിൻ്റെ മരണത്തിലാണ് അവൻ വിഷമിക്കുന്നത്. രാത്രിയാകുമ്പോൾ ആദത്തിൻ്റെ മകനെയായിട്ട് നമ്മൾ നേരത്തെ കണ്ട ചേച്ചി ആ സ്ട്രീറ്റിലെത്തും. അവരിപ്പോൾ എത്തിയിട്ടുള്ളത് ആദം ക്യാമ്പിലൊരു ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടില്ലായിരുന്നോ, അവൻ്റെ അഡ്രസ്സ് എഴുതി വെച്ചിട്ട് അത് കിട്ടി. അത് നോക്കിയാണ് അവരിപ്പോൾ ഇവിടെ എത്തിയത്. റോബർട്ട് അവനോട്, നീയാണോ ആദം വെന്നിയാന്ന് ചോദിക്കുമ്പോൾ അവൻ അതേന്ന് പറയും. അപ്പോൾ തന്നെ റോബർട്ട് അവനെ കെട്ടിപ്പിടിക്കും. ചേച്ചി ചോദിക്കും, നിങ്ങളാരാണ്? അതിന് റോബർട്ട് പറയും, ഇവൻ്റെ ബന്ധുവാണ്. അത് കേൾക്കുമ്പോൾ കുഞ്ഞിനും ഹാപ്പിയാവും. അവനും ഇപ്പോൾ ഒരു കുടുംബത്തിലെത്തിയ പോലെ തോന്നും. ലില്ലിറ്റിനാണെങ്കിലും ഒരു ചേട്ടൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഭൂകമ്പത്തിൽ പെട്ട് ചേട്ടന് മരിച്ചു. എന്നാൽ ഇപ്പോൾ അവൾ വിചാരിക്കുന്നത് റോബർട്ടിൻ്റെ കൂടെ ജീവിക്കാനാണ്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ലില്ലിറ്റ് ഓടി നടന്ന് അക്കോപ്പിയറെ കണ്ടുപിടിക്കും. എന്നിട്ട് അങ്ങേരോട് പറയും, നിങ്ങൾ തന്ന സമ്മാനമാണ് എന്നെ രക്ഷിച്ചത്. നിങ്ങൾ തന്ന മാർബിളിനടിയിലായിരുന്നു ഭൂമി കുലുക്കുണ്ടായപ്പോൾ ഞാൻ കയറി നിന്നത്. അതിൻ്റെ നന്ദി പറയാൻ വന്നതാ. പക്ഷേ അക്കോപ്പിയറുടെ ജോലിക്കാർ മരിച്ചതിന് ശേഷം അങ്ങേരുടെ മാനസിക നില ആകെ തെറ്റിക്കിടക്കാണ്. അങ്ങേർക്ക് ഇവൾ ആരാന്ന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല.
അവളുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങേര് വീണ്ടും ആ ബോഡികളുമായിട്ട് അവിടെ നിന്ന് പോകും. അവക്കാണെങ്കിൽ അങ്ങേരോട് മോശമായിട്ട് പെരുമാറിയതിൻ്റെ കുറ്റബോധം മനസ്സിൽ നിന്ന് പോവുകയല്ല. അതാണ് നമ്മൾ ഒരാളോട് മോശമായിട്ട് പെരുമാറിയാലുള്ളതിൻ്റെ പ്രശ്നം. അവിടുന്ന് ബ്ലാക്കൗട്ട് ചെയ്താൽ അപ്പൂപ്പൻ രാവിലെ തന്നെ മകളെയും തൊട്ടടുത്തിരുത്തിക്കൊണ്ട് അമ്മൂമ്മയെ തെരഞ്ഞോണ്ട് നിൽക്കായിരിക്കും. പെട്ടെന്ന് അമ്മൂമ്മയുടെ ശബ്ദം കേൾക്കും. അപ്പൂപ്പൻ പെട്ടെന്ന് പലകയും കല്ലും എല്ലാം മാറ്റി നോക്കുമ്പോൾ അതിനുള്ളിൽ അമ്മൂമ്മയുണ്ടാവും. അമ്മൂമ്മയെ വലിച്ചെഴുന്നേൽപ്പിച്ച് തൊട്ടടുത്ത് നിന്ന് അപ്പൂപ്പൻ ഡാൻസ് കളിക്കും. നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ കല്യാണത്തിനായിരുന്നു ഞാൻ അവസാനമായിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്തിരുന്നത്. അത് കേൾക്കുന്ന അമ്മൂമ്മക്ക് ഹാപ്പിയാകും. അമ്മൂമ്മ ചോദിക്കും, നമ്മൾ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്? അതിന് അപ്പൂപ്പൻ, നമ്മൾ ജീവിക്കും, നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, നമ്മളെ സഹായിക്കാനായിട്ട് കുറേ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അമ്മൂമ്മ ഗയാൻ്റെ കുഞ്ഞിനെ കൂടെ കാണുമ്പോൾ ഡബിൾ ഹാപ്പിയാവും. അമ്മൂമ്മക്ക് ഇനിയൊന്നും വേണ്ട, സന്തോഷമാവും. പക്ഷേ ഈ ഒരൊറ്റ ദുരന്തം കൊണ്ട് അർമേനിയയിലെ 58 ഗ്രാമങ്ങളാണ് നശിച്ചത്. 19,000 പേർക്ക് പരിക്കും 25,000 പേര് മരണപ്പെടുകയും ചെയ്തു. കൂടെ തന്നെ 5 ലക്ഷത്തോളം പേർക്ക് വീട് നഷ്ടമായി. അർമേനിയയിൽ ഈ ദുരന്തം സംഭവിച്ചപ്പോൾ അവിടെ ആദ്യം തന്നെ എത്തിപ്പെട്ടിരുന്നത് ജോർജിയയിലെ ഡോക്ടർമാരും രക്ഷാപ്രവർത്തകരും സാധാരണക്കാരുമായിരുന്നു. അതിന് പിന്നാലെ 118 രാജ്യങ്ങളും അവരെ സഹായിക്കാനായിട്ടെത്തി. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ അർമേനിയയിൽ ഒരു കുഞ്ഞുങ്ങളും അനാഥാലയത്തിലേക്ക് പോകേണ്ടി വന്നില്ല. ഓരോ കുടുംബങ്ങളും ഓരോ കുഞ്ഞുങ്ങളെയും ദത്തെടുക്കുകയായിരുന്നു. ഇതെല്ലാം പറഞ്ഞു വെച്ചുകൊണ്ട് എർത്തിക്കേക്ക് എന്ന മൂവി അവസാനിക്കുന്നു. ഈ മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് 2018 മൂവി എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് അർമേനിയക്കാർക്ക് എർത്തുകേക്ക് എന്ന മൂവിയും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ എടുക്കപ്പെട്ട ചിത്രങ്ങൾ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്ത ഭാഗങ്ങളാണ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അന്ന് അവിടെ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് നമ്മൾ സിനിമയിലൂടെയും കണ്ടത്. പിന്നെ ഈ സിനിമ ചെയ്ത് പകുതി അങ്ങ് കഴിഞ്ഞപ്പോൾ എൻ്റെ വോയിസിന് ചെറിയൊരു പണി കിട്ടി. എൻ്റെ തൊണ്ട ചെറുതായിട്ടൊന്ന് അടഞ്ഞു. അതിൻ്റെ പ്രശ്നം എൻ്റെ വോയിസിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരാം. അഥവാ അത് ബോറിംഗ് ആയി തോന്നിയെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്തോളൂ. കമൻറ്റ് ചെയ്യാത്തവർ എന്തായാലും ഒരു കമൻറ്റ് ചെയ്തോളൂ. അതെന്തായാലും ചെയ്യണം. എന്നാൽ പിന്നെ അടുത്തൊരു നല്ല സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഫിലിം ക്രോണിക്കിൾ.